Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT Class 9, Chapter 10 Real Numbers. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ വരും? റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ ഈ 9th സ്റ്റാൻഡേർഡിൽ ന്യൂ നമ്പേഴ്സൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടെ നമുക്കത് മനസ്സിലാക്കാം. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് ഓഫ് ദ ഫോം p/q വേർ q നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 അല്ലാത്ത ഫ്രാക്ഷൻസ് ഒക്കെ റാഷണൽ നമ്പേഴ്സാണ്. ഇറാഷണൽ നമ്പറോ? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ റൂട്ട് അറിയാത്തത്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2, √3, √5. അതിന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ട് ന്യൂ നമ്പേഴ്സ്, അതാണ് ഈ റാഷണൽ നമ്പേഴ്സ് അല്ലേ? ഈ വർഷം തന്നെ ന്യൂ നമ്പേഴ്സ് പഠിച്ചിരുന്നു. സോ ദീസ് ഓൾ കംസ് അണ്ടർ റിയൽ നമ്പേഴ്സ്, റാഷണൽ ആൻഡ് ഇറാഷണൽ. അപ്പോൾ ഈ റാഷണലിന് എന്തൊക്കെ വരും? p/q ഫോമിലുള്ളതെന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ്, ദെൻ ഫ്രാക്ഷൻസ് എല്ലാം വരും. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം ഈ റാഷണൽ നമ്പേഴ്സിൽ വരും. പിന്നെ p/q ഫോം എന്ന് പറഞ്ഞാൽ q നോട്ട് ഈക്വൽ ടു 0. ആ ഒരു കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ടും കൂടെ, അതായത് റാഷണലും ഇറാഷണലും കൂടെ ഒന്നിച്ച് വരുന്ന ഇതെല്ലാം കൂടെയാണ് റിയൽ നമ്പേഴ്സിൽ വരുന്നത്. ആൻഡ് ദീസ് ഓൾ റിയൽ നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ നമ്പർ ലൈൻ. ഈ നമ്പർ ലൈനിൽ റാഷണൽ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാം, ഇറാഷണൽ നമ്പേഴ്സും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ആ √2ൻ്റെ ശരിക്കുള്ള വാല്യൂ 1.414. അത് നമുക്ക് ഇവിടെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആ വാല്യൂ 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ അല്ലേ, അത് നമുക്ക് √2 അവിടെ മാർക്ക് ചെയ്യാം. √2 മാർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ √2, √3, √5 ഇങ്ങനെയുള്ള എല്ലാ ഇറാഷണൽ നമ്പേഴ്സും നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ എല്ലാ ഇൻറ്റിജേഴ്സും പോസിറ്റീവായാലും നെഗറ്റീവായാലും എല്ലാം നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം നമ്പർ ലൈൻ എങ്ങനെയാണ്? നമ്പേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് 0, 1, 2, 3, 4, 5 ഇതിൻ്റെ ഉള്ള ഈ ഗ്യാപ്പ്, ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 ആൻഡ് 1, ആ ഡിസ്റ്റൻസ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതേപോലെ -4 to -3, അപ്പോൾ ഇതെല്ലാം ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം, നമ്പർ ലൈനിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ റാഷണൽ നമ്പേഴ്സ് മീൻസ്, റാഷണൽ നമ്പേഴ്സിൽ എന്തൊക്കെ വരും? നാച്ചുറൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, they are negatives with 0. These all comes under rational numbers. And irrational numbers, other numbers were ബാക്കിയുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ സ്ക്വയർ റൂട്ട് ഇല്ലാത്ത നമ്പർ, കറക്റ്റ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഈ റാഷണൽ നമ്പേഴ്സ്. സോ ദോസ് ഓൾസോ വി ക്യാൻ റെപ്രസെൻ്റ് ഓൺ ദി നമ്പർ ലൈൻ. അപ്പം ഇത്രയാണ് ആ നമ്പർ ലൈൻ്റെ കാര്യങ്ങൾ. ഇനി ഈ നമ്പർ ലൈനിൽ ഒരു 0 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് പോസിറ്റീവ് വാല്യൂസ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണ് നെഗറ്റീവ് വാല്യൂസ്. അപ്പം നമ്പർ ലൈനിൽ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവും, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും. ഇനി 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഞാൻ എടുത്തു, കറക്റ്റ് മിഡിൽ, അതായത് 2.5. ദെൻ ഹിയർ 5. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സപ്പോസ് ദിസ് പോയിന്റ് ഇസ് P ആൻഡ് ദിസ് 5 എന്ന് പറയുന്നത് Q. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് PQ? PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാട്ട്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2.5 ആൻഡ് 5? അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ലാർജർ വാല്യൂ, ലാർജർ നമ്പർ മൈനസ് larger number minus smaller number.
അപ്പോൾ ഇവിടെ 5 ആണ്, ഇവിടുത്തെ 2.5ഉം 5ഉം എടുക്കുമ്പോൾ 5 ആണ് ലാർജർ നമ്പർ. 5 minus 2.5, that's equal to 2.5. സോ അതിൻ്റെ ഡിസ്റ്റൻസ് 5 തൊട്ട് ഈ 2.5 തൊട്ട് 5 വരെയുള്ള ഡിസ്റ്റൻസ് 2.5 തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണുന്ന? ഇവിടെ നിന്ന് ഈ 2.5ൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ ഹാഫ്, പിന്നെ 2 ഉണ്ടോ, 1 2. സോ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ ഗിവ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. അപ്പോൾ ഇനി കുറച്ച് നമ്പേഴ്സ് നമുക്ക് എഴുതാം, എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇപ്പം നമ്പർ ലൈനിലുള്ള കുറച്ച് ഡിസ്റ്റൻസ് ആണ്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -2.5 and -5 1/4. അപ്പോൾ what is the distance? Distance is equal to larger number. ഇതിൽ ലാർജർ നമ്പർ ഏതാണ്? ലാർജർ നമ്പർ -2.5 ആണ്. മൈനസ് സ്മോളർ നമ്പർ ഇസ് -5 1/4. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 5 1/4 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ 2.5 എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് -4 + 1 5/2 പ്ലസ് 20 + 1 21/4. അപ്പോൾ ഈ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -10/4 പ്ലസ് 21/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/4. ഇനി 11/4 എന്ന് പറയുന്നത് 4 2s are 8, 3/4. അപ്പോൾ ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -2.5 ആൻഡ് -5 1/4 ഇസ് 2 3/4. അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -2.5 ആൻഡ് -5 1/4 ഇസ് 2 3/4. Then another question. Distance between -2.5 and 5 1/4. Distance between -2.5 and 5 1/4. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു larger number, that is 5 1/4 minus smaller number, that is -2 1/2. That is 5 1/4 plus 2 1/2, and that is equal to 5 into 4 20 plus 1 21/4 plus 4 plus 1 5/2. That is equal to, denominator same ആക്കണമെങ്കിൽ ഇവിടെയും മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So 21/4 plus 10/4, which is equal to 31/4. ഇനിയോ 31/4 എന്ന് വെച്ചാൽ 4 into 7 28, then 3/4. സോ അങ്ങനെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻറ്റ്, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ മിഡ് പോയിൻറ്റ്? How to find out the midpoint between 2 points? So 2 പോയിന്റ് തമ്മിലുള്ള midpoint, suppose the points are -2 1.5, -2.5 and 4 3/4. Find the distance. Find the distance, and also we have to find out the midpoint. Find the distance and also find the distance, the midpoint of these 2 points, ഈ 2 പോയിൻറ്റ്സിൻ്റെയും മിഡ് പോയിൻറ്റും കാണണം, പിന്നെ അതിൻ്റെ ഡിസ്റ്റൻസും. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലെറ്റ് P be
this and QB 4 3/4. Find the distance and also find the midpoint of these 2 points. അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റും Q എന്ന് പറഞ്ഞ പോയിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് കാണണം. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലാർജർ നമ്പർ, അതായത് 4 3/4 മൈനസ് സ്മോളർ നമ്പർ minus 2 1/2, so 2 1/2. That is equal to 16 plus 3 19/4 plus 5/2. ഇനി മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 19/4 പ്ലസ് 10/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 29/4. ഇനി 4 എത്ര പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ഡിവിസിബിൾ ആയിട്ട് പോകുന്ന 7. 4 7s are 28, ബാക്കി 1/4. അപ്പം അത്രയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? മിഡ് പോയിൻ്റ് ഓഫ് ദീസ് 2. സോ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കാണുന്നത്? മിഡ് പോയിൻ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ്. ഹാഫ് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 2 1/2 പ്ലസ് 4 3/4. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് ഹാഫ് കണ്ടാൽ മതി. അതാണ് അതിൻ്റെ മിഡ് പോയിൻ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ദിസ് ഇസ് minus 2 into 2 is 4, 4 plus 1 is 5. So minus 5/2 plus 16 plus 3 19/4. That is equal to 1/2 into, ഈ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും 2 കൊണ്ട് ചെയ്യാം. സോ മൈനസ് 10 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 9/4. ദാറ്റ് ഈസ് 9/8. ഇനി 9/8 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 8 1s are 8, ബാക്കി 1/8. അപ്പം മിഡ് പോയിൻ്റ് ഓഫ് minus 2 1/2 and 4 3/4 is 1 1/8. സോ അപ്പോൾ ആ റിസൾട്ട് എങ്ങനെയാണ് നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? the midpoint of 2 points, the midpoint of 2 points on the number line, on the number line is that point denoted by half the sum of the numbers, half the sum of the numbers denoting these points, denoting these points. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് എങ്ങനെയാണ് മിഡ് പോയിൻ്റ് കാണുന്നത്, എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ ഗിവ്സ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഹാഫ് ഓഫ് ദി സം ഓഫ് ദ 2 numbers ഗിവ്സ് ദി മിഡ് പോയിൻ്റ്. ഇനി നമുക്ക് ആ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പേജ് നമ്പർ 160. Question number 1. Find the distance. Find the distance between the 2 points on the number line. Denoted by each pair of numbers given below. First one, 1, -5. സോ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടത്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ മിഡ് പോയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points on the number line and also find the midpoint.
and also find the midpoint. നമുക്ക് ഡിസ്റ്റൻസും അതിൻ്റെ കൂടെ തന്നെ മിഡ് പോയിൻറ്റും ഓരോ ക്വസ്റ്റ്യനിലും ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലാർജർ നമ്പർ എന്നാണ് 1 മൈനസ് സ്മോളർ നമ്പർ. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് 5 6 യൂണിറ്റ്സ് ആണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി മിഡ് പോയിൻറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് minus 5 by 2, half of the sum of the numbers. So minus 4 by 2 which is equal to minus 2. അപ്പോൾ ഈ 1ഉം മൈനസ് 5ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 6ഉം അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത് -2 ആണ്. Then next one, second one, 1 by 2 and 2 by 3. So what is the distance? ഈ ഇതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഇതിൽ ഏതാ വലിയത്? 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. 2/3 എന്ന് പറയുമ്പോഴോ 0.6 എക്സെട്ര അല്ലേ? അപ്പം അങ്ങനെയാകുമ്പോൾ ഇതിൽ വലിയ വാല്യൂ 2/3 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ 1 മൈനസ് സ്മോളർ 1. ഫ്രാക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 4 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. 1/6 ആണ് ഡിസ്റ്റൻസ്. ഇനിയോ വാട്ട് ഈസ് ദ മിഡ് പോയിൻറ്റ് ബിറ്റ്വീൻ ദീസ് ടു? മിഡ് പോയിൻറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 1/2 പ്ലസ് 2/3. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലസ് 4/6 and that is 7/12. So midpoint is 7/12. Then next one, third sub question, -1/2 and -1/3. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ വിച്ച് ഇസ് ബിഗർ? അപ്പോൾ ഇത് -0.5 ആണിത്. ദിസ് ഇസ് -0.5 ആൻഡ് ദിസ് ഇസ് -0.33 എക്സെട്ര. സോ ഇതിലുള്ള വലിയ വാല്യൂ എന്ന് പറയുന്നത് -0.33 ആണ്. ദെൻ സ്മോളർ വാല്യൂ ഇസ് -0.5 അല്ലേ? അപ്പോൾ ലാർജർ മൈനസ് സ്മോളർ ആണ്. സോ -1/3 minus -1/2 that is equal to -1/3 plus 1/2. Cross multiply ചെയ്യുമ്പോൾ -2 plus 3 divided by 6 which is equal to 1/6. അപ്പോൾ 1/6 ആണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ മിഡ് പോയിൻ്റോ? വാട്ട് ഇസ് ദ മിഡ് പോയിൻറ്റ്? midpoint is equal to half of -1/2 plus -1/3. That is equal to half of cross multiply ചെയ്യുമ്പോൾ -3 -2 divided by 6 and that is equal to -5/12. -5/12 ആണ് ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻറ്റ്. Then fourth one, -1/2 and 3/4. So distance is equal to larger number 3/4 minus smaller number -1/2. That is equal to 3/4 plus 1/2. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3 + 2 is 5/4. സോ 5/4 ആണ് ഡിസ്റ്റൻസ്. ഇനി മിഡ് പോയിൻറ്റ് is equal to half of -1/2 plus 3/4. That's equal to half of, ഇവിടെ ആണെങ്കിലും 2 കൊണ്ട് മുകളിലും താഴെയും ചെയ്താൽ മതി. അപ്പോൾ -2 plus 3 that is 1 divided by 4.
or that is equal to 1 by 8. Then fifth sub question, fifth one, minus root 2 and minus root 3. So distance is equal to, ഈ റൂട്ട് 2 എന്ന് പറയുന്നത് -1.41 റൂട്ട് 3 എന്ന് പറയുന്നത് -1.73. അപ്പം ഇതിൽ വലിയ വാല്യൂ എന്ന് പറയുന്നത് -1.41, അതായത് മൈനസ് റൂട്ട് 2 ആണ് വലുത്. സോ മൈനസ് റൂട്ട് 2 മൈനസ് root 3. So minus of minus root 3. That's equal to minus root 2 plus root 3, or can be written as root 3 minus root 2. That's the distance. In midpoint, midpoint is equal to minus root 2 plus minus root 3 divided by 2, or that is equal to minus of root 2 plus root 3 by 2. അതാണ് മിഡ് പോയിന്റ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും ചെയ്തു. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. The part of the number line, the part of the number line between the points denoted by the numbers 1 by 3 and 1 by 2 is divided into 4 equal parts. Find the numbers denoting the ends of each such part. So the part of the number line between the points denoted by the numbers 1 by 3 and 1 by 2 is divided. അപ്പോൾ ഒരു നമ്പർ ലൈൻ, ഈ നമ്പർ ലൈൻ അതിനകത്തുള്ള 2 പോയിൻറ്റ്സ് ആണ് 1 by 3 1 by 2. അതിനെ 4 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തു. ആൻഡ് ഫൈൻഡ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് ദ എൻഡ് ഓഫ് ഈച്ച് സച്ച് പാർട്ട്. അപ്പോൾ ഒരു ലൈനിനെ, ഒരു നമ്പർ ലൈനിലുള്ള പോയിൻറ്റ്സ് ആണ് 1 by 3 and 1 by 2. ഇതിൽ 1 by 3 and 1 by 2. And it is being divided into 4 equal parts. അപ്പോൾ 4 equal parts ആക്കണം. അപ്പോൾ 4 equal parts, 4 equal parts ആക്കണം. So one more part we have to make. One, two, three, 4. Find the numbers denoting the ends of each part. അപ്പോൾ ഓരോ പാർട്ടും ഡിനോട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് ദിസ് ലെറ്റ് ഇറ്റ് ബി എ, ബി, സി, ഡി ആൻഡ് ഇ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സി എന്ന് പറഞ്ഞ പോയിൻ്റ് ആണ്. കാരണം സി എന്ന് പറയുന്നത് എൻ്റെയും ഇൻ്റെയും മിഡ് പോയിൻ്റ് ആണ് സി. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് സി. സി എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് എ ആൻഡ് ഇ ആയതുകൊണ്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഫോർമുല യൂസ് ചെയ്തങ്ങ് ചെയ്താൽ മതി. അപ്പോൾ സി എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഇസ് ഹാഫ് ഓഫ് 1 by 3 plus 1 by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 plus 3 by 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 by 12. സോ ഈ പോയിൻ്റ് 5 by 12.
ഇനി വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് ബി? ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? ബി കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ എൻ്റെയും സിൻ്റെയും മിഡ് പോയിൻ്റ് ആണ് ബി. സോ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് 1/3 പ്ലസ് 5/12. ഇവിടെ ആണെങ്കിലും ഈ ഡിനോമിനേറ്റേഴ്സ് 12 ആക്കിയാൽ മതി. 1/2 ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റേഴ്സ് 12 ആക്കണമെങ്കിൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 പ്ലസ് 5/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/24. അപ്പോൾ മുകളിലും താഴെയും 3 കോമൺ ആണ്. 3 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 3/8. സോ ദിസ് പോയിന്റ് ബി കോർഡിനേറ്റ് 3/8. ഇനി ഡിയുടെ കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? കോർഡിനേറ്റ് ഓഫ് ഡി കോർഡിനേറ്റ് കാണണമെങ്കിൽ സിയും ഇയും കൂടെ ചെയ്താൽ മതി അല്ലേ? മിഡ് പോയിന്റ് ഓഫ് സി ആൻഡ് ഇ. Coordinate of D, half of 5/12 plus 1/2. That is equal to half of, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 5 പ്ലസ് 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 11/24. സോ കോർഡിനേറ്റ് ഓഫ് ഡി ഈസ് 11/24. ഇപ്പോൾ ഓരോന്നിൻ്റെ പൊസിഷൻസ് നമ്മൾ കണ്ടു. ഒക്കെ മിഡ് പോയിൻ്റ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയായിരുന്നു ആ ആക്ടിവിറ്റീസിലുള്ളത്. ഇനി ബാക്കിയുള്ള നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.